അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ഇവിടുത്തെ അടുത്ത ആക്ടിവിറ്റിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് പോകാനുള്ള ജീപ്പ് സഫാരിയാണ്. ജീപ്പ് സഫാരിക്ക് പോകാനുള്ള ജീപ്പെല്ലാം റെഡിയാണ്. അതെ, നമ്മുടെ കുട്ടികളെല്ലാം ജീപ്പിൽ കയറി അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ട് ഈ ജീപ്പിലായിരിക്കും ഡെസേർട്ടിൽ പോകുന്നത്. അപ്പൊ നമ്മൾ ജീപ്പിലോട്ട് പോകുമ്പോ എല്ലാരും എന്ത് ചെയ്യണം? ഇരിക്കല്ല ചെയ്യേണ്ടത്, നിന്ന് വേണം വരാനായിട്ട്. പക്ഷെ നിൽക്കുമ്പം ശ്രദ്ധിച്ചോളാം, മൊബൈൽ ഫോണ്, തൊപ്പി, കണ്ണാടി ഇതെല്ലാം സൂക്ഷിച്ചോളണം. തിരിച്ച് ഡെസേർട്ട് എത്തിയതിനു ശേഷം ഈ വണ്ടി നമുക്ക് കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ലഗേജ് ഒക്കെ എടുത്തു വേണം നിങ്ങൾ വെളിയിറങ്ങാനായിട്ട്. മനസ്സിലായോ? അപ്പൊ തിരിച്ച് ഈ വണ്ടിയിലല്ലേ വരുന്നത്? ഈ വണ്ടി ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും വണ്ടി ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് പോകാൻ പോവുകയാണ്. എവിടേക്കാണ്? ജീപ്പ് സഫാരി. പിള്ളേരെല്ലാം ഓരോ പൊളി. നമ്മൾ ഇന്ന് വൈകുന്നേരം തകർക്കും. ഒട്ടാ സാറേ ഞാൻ അടുത്ത് വന്നോട്ടാ. അല്ലൊട്ടക, ഇത് ഒട്ടാക്കാട്ടമാണ് കേട്ടാ. അയ്യോ, ഇതിൻ്റെ കാല് മുറിഞ്ഞ് കേട്ടാ, കാല് മുറിഞ്ഞ് ഇതിൻ്റെ. അപ്പോൾ കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ പോകാൻ പോകുന്ന ഈ വണ്ടിയിലാണ് കേട്ടോ. നമ്മളെല്ലാവരും. മേഡം ഉണ്ട് അതിൻ്റെ കൂടെ. എനിക്കിവിടെ നിൽക്കാൻ അവസരം, സീറ്റ് മുടക്ക്. ഡ്രിഫ്റ്റിംഗ് പണ്ട് ഏതൊക്കെ പാട്ടിട്ടൊക്കെ ചില്ലെന്ന് പറഞ്ഞ് പോവുക. എല്ലാരും തൊപ്പി പോകുന്നു. അപ്പോഴേ പറഞ്ഞല്ലേ പതുക്കെ പോയാ മതി. അയ്യാ ജോലി പോയിട്ട് പോലെ അയ്യോ അമ്മോ അണ്ണാ വണ്ടി അണ്ണാ റോഡേ പോവാൻ ചെയ്യും നമുക്ക്. റോഡിലിറങ്ങിയാൽ മതി. അണ്ണാ റോഡേ പോവാം. രക്ഷയില്ല. അമ്മോ വല്ലാത്തൊരു പോക്ക്. ഒന്നും കാണാനില്ല, ഫുള്ള് പൊടി. അവര് അയ്യോ भैया स्पीड कमी करो. अन्ना चाड़िकल्ले अय्यो भाई ഓ ട്രെയിലറായിരുന്നു. അയ്യോ കൊല്ലല്ലേ. ഒട്ടകത്താറെ ഒട്ടകത്താറെ രക്ഷിക്കോ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താ റിസ്ക് ആണെന്ന്. ഈ ദൈവം പോയാ നിക്കണേ. അയ്യോ അയ്യോ അണ്ണാ പയ്യ പയ്യ വണ്ടി പറഞ്ഞു ജീവൻ വേണോ എനിക്ക്. അയ്യോ അയ്യോ മേമിന്റെ ശബ്ദമായി കേൾക്കാതിന്റെ. അയ്യോ എന്റെ കയ്യും കാര്യം
മതിയായിരുന്നു. ഒട്ടകം വിളിയടാ അടുത്ത്. അയ്യോ നമ്മളെ കൊന്നേ, നമ്മളെ കൊന്നേ. മണ്ണൊന്ന് തുപ്പിക്കളയിട്ട്. എനിക്ക് ജീവനുണ്ടാന്ന് നോക്കുവോ? എനിക്ക് ജീവനുണ്ടാന്ന് ആരെങ്കിലും ഒന്ന് നോക്കുവോ മാഡം? അയ്യോ അയ്യോ അയ്യോ, ഈ ബയ്യാനായിട്ട് എങ്ങനെ പറത്തിയ ഒരു രക്ഷയില്ല. വേറെ 5-6 ഷൂട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, എല്ലാം പോയി. ഒരു രക്ഷയില്ല. വേറെ ലെവൽ അഡ്വഞ്ചറാണ് കേട്ടോ ഈ ഇങ്ങോട്ടുള്ള ഈ ജീപ്പ് സഫാരി. ഏതോ ഒരു മണൽക്കുലയുടെ മണ്ടയിലെത്തി. ഇതാട്ടോ നമ്മൾ വന്ന വണ്ടി. കൺട്രി സൈഡ് റിസോർട്ടിന് തന്നെ വണ്ടിയാ. ഇവിടെ വരുമ്പോ കൺട്രി സൈഡിൽ വന്ന് താമസിക്കുമ്പോ എവരായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? എവരെ അവിടുത്തെ ആൾക്കാരാണ് കേട്ടോ, അവിടുത്തെ സ്റ്റാഫും കൂടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ജീവൻ പോയി, അമ്മാതിരി പറത്തായിരുന്നു. നിങ്ങൾ ചോദിച്ചില്ലേ മണൽക്കൂനി ഒന്നും കണ്ടില്ലല്ലോ, സാൻഡ് ഡ്യൂൺസ് കണ്ടില്ലല്ലോ എന്ന്? കണ്ടോ ഇപ്പോഴും? ഇപ്പൊ ഒരു മരുഭൂമി വൈബൊക്കെ വന്നല്ലേ? ഓയ് ഈ ഈ ക്യാമൽ കെ നാം ഓ രഥാലാൽ അല്ലേ? രഥാലാൽ. ഇറങ്ങി എങ്ങനെയുണ്ട് ഒട്ടകം? എങ്ങനെയുണ്ട് ഒട്ടകം? ഒട്ടകത്തിനൊരു കിസ്സെങ്കിലും ചെയ്തിട്ട് പോ, അല്ലെങ്കിൽ ഒന്ന് വിഷ് ചെയ്തിട്ട് പോ. ഇങ്ങനെയുള്ള കോട്ര ബൈക്ക് ഇവിടെ ഉണ്ട് കേട്ടോ, ഇത് റൈഡ് ചെയ്യാം. മക്കളെ ഞങ്ങള് കാട്ടിലേക്ക് പോവേണോ? ടാറ്റ. ഓ വീഡിയോ. ഒട്ടകങ്ങൾ വരി വരിയായി, കാരക്ക മരങ്ങൾ നീരയായി. സ്ട്രേറ്റിൽ അങ്ങോട്ട് നീട്ടിപ്പിടിക്കും. വിനിയ, നീ ഇതിനു മുമ്പ് ഒട്ടകത്തി കയറിയിട്ടുണ്ടോ? ഒട്ടകം before. मैंने ride so many times. घर पे in my village इधर ഉണ്ട്. ഒട്ടകം ഉണ്ട്. പതുക്ക സ്ലോലി. ഒട്ടക സാർ സ്ലോലി. ഇത് നിസ്സാര കളിയല്ലേ ഇത്? ഉള്ള ആടി നമ്മളീ ഇറക്കമൊക്കെ ഒട്ടകം ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ പേടിച്ചു പോവും. അതുമല്ല ഈ ക്യാമറ കയ്യിലിരിക്കുന്നുണ്ടേ, നമുക്ക് റിസ്ക് ആണ്. കുലുങ്ങി താഴെ പോവും. ക്യാമറ നോക്കണം, നമ്മളെ നോക്കണം. ഇതിൽ നിന്ന് വീണ കഴുത്തൊടിയും, അപ്പൊ തീരും. ഒട്ടകം നിന്ന് ഒട്ടകത്തിന്റെ മൂക്കിലൊക്കെ കണ്ട മുറിവ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു സൺസെറ്റ്. ഇതിലും നല്ലൊരു സൺസെറ്റ് ഭാവിയിൽ വേറൊരിടത്തും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളത്തെ ഇവിടെ തന്നെ ഒരു സൺറൈസ് കാണാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകൾ. അവിടെ കുറച്ച് കാറ്റാടികൾ കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് വരുന്ന വഴിക്ക്. ഓക്കെ, ജീപ്പ് കയറുന്നതുകൊണ്ടാണ് അവിടെ പൊടി വരുന്നതെന്നാണ് പറയുന്നത്. നല്ല രീതിയിലുണ്ട്. ഈ ജീപ്പൊക്കെ പോകുന്നത് കണ്ടോ? കണ്ടാൽ നമുക്ക് പേടിയാവും. ഇരുന്നാൽ തന്നെ നമ്മൾ തെറിച്ച് പോകുന്ന പോലെ അത് പോകുന്നത്. അത് കണ്ടില്ലേ? ഈ പോകുന്ന എല്ലാം എങ്ങനെയാ പോകുന്നത്? ഓ, ഇത് നടക്കുമ്പോ പ്രശ്നമാണ്. പതുക്ക സ്ലോലി. ഒട്ടാത്തി വരുന്നവരെ കൊല്ലാൻ നോക്കണോ പാട്ടികളെ? ഒരു രക്ഷയില്ലാത്ത റൈഡാണ് ഈ ഒട്ടക റൈഡ്. മസ്റ്റ് ട്രൈ ഇൻ ജയ്സാൽമർ. ഒരു രക്ഷയില്ല. അടിപൊളി. നമ്മുടെ കുട്ടികളാണ് ഇരിക്കുന്നത്. വേറെ ഏതോ ടീമാണ്. ഒട്ടാസാർ ഇപ്പൊ ഇരിക്കും. അപ്പോഴാണ് അടുത്ത ടാസ്ക്. ഒട്ടാസാറ ഇരിക്കേണ്ട, ഞാൻ ചാടിക്കോളാം. അപ്പൊ നമ്മള് ഒട്ടക റൈഡ് കഴിഞ്ഞു കേട്ടോ. എന്തോ ജഗൻലാലോ അങ്ങനെ ഏതോ ഒരു ഒട്ടകത്തിന്റെ പുറത്താണ് നമ്മൾ പോയത്. നമ്മുടെ ഒട്ടകം എന്താണ്ട് ഈ പുറകിലുള്ളതാ. ഓ
അരുണ ഈ മണലിൽ പിടിച്ച് താക്കും കേട്ടോ. തല മാത്രം മണി. ആ വാ, വാട്ട് എ ബ്യൂട്ടി. ഊട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഊട്ടി. നോക്കൂ ഗൈസ്, സൺസെറ്റ്. വാ തുടങ്ങ്. നമ്മളിവിടെ വന്നപ്പോ നമുക്ക് സ്വീകരണം. ഇതൊന്നും പോലെ എനിക്ക് ബെല്ലി ഡാൻസ് കാണണം. വേറെ അടുത്ത് ഇതാ ഈ കൊട്ടിലാണ്.
ക്യാമ്പിലുള്ള സഫാരി കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ കണ്ട പൊളി കണ്ടല്ലോ. ഇനി അടുത്ത കുറച്ച് പൊളിയും കൂടി അല്ലേ? എല്ലാവരും തകർത്തില്ല? എല്ലാവരും ഓണല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? രാത്രി അവരുടെ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളാ കാലത്തണ്ട റൗണ്ടിനകത്തെ അതാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് അതൊന്ന് കാണാം. पहला साता लैला
രാത്രിയത്തെ ക്യാമ്പിലെ വൈബ് ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ചുറ്റിനൊക്കെ ക്യാമ്പാണ്. അവിടെ എല്ലാം പാട്ടും ബഹളവും, അങ്ങനെ അടിപൊളി ഒരു വൈബാണ് കേട്ടോ ഇവിടെ. അടിപൊളി ബഹളം. ഞാൻ കുറച്ചിങ്ങോട്ട് മാറിയുന്ന പിള്ളേരെ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക, ഏതോ കാണാം. അപ്പോഴേ നമ്മളിങ്ങനെ ഒരു കോളേജ് ട്രിപ്പും അതിൻ്റെ കൂടെ നമുക്കിവിടെ വന്നാൽ എന്തൊക്കെ കാണാൻ പറ്റുമോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, എങ്ങനെ വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. നമ്മൾ ജയ്സാൽമീർ നാളെ ടൗണിലേക്ക് പോകുന്നുണ്ട്. ഫോർട്ട് കാണണം, ഗഡിസാർ ലേക്ക് കാണണം. അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരും. ഇത് കുട്ടികളുടെ ഒപ്പമുള്ളൊരു ടൂറാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു കുട്ടികളുടെ എൻജോയ്മെൻറ്റും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തും. അത് നിങ്ങളങ്ങ് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ.